നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ അമിതവണ്ണം കുറയ്ക്കുന്നതിനും അതുപോലെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ജ്യൂസ് കൂടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ ജ്യൂസ് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ട് വേണം, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് വേണം. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ രുചികരമായതും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ആപ്പിളും ബീറ്റ്റൂട്ടും ഇഞ്ചിയും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ കഴുകി ഇതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ആപ്പിൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഈ തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് നമ്മൾ പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കാതെയാണ് ഈ ജ്യൂസ് അടിക്കുന്നത്. ഇത് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം, അതുപോലെ തേൻ വേണ്ടവർക്ക് തേനും ചേർത്ത് നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാം. നമുക്കിത് നല്ലതുപോലെ മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം. ഇന്ന് നമ്മൾ തേനും പഞ്ചസാരയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമുക്കിത് അരയ്ക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഈ ജ്യൂസ് അരച്ചെടുക്കാനുള്ളത്. ഇത് മിക്സിയിൽ വെച്ച് നമ്മൾ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കിയ ജ്യൂസ് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിളും ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടി ചേർത്ത് തയ്യാറാക്കിയ ABC ജ്യൂസ്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ജ്യൂസ് നമുക്ക് ഈ ഗ്ലാസുകളിലേക്ക് ഒഴിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഐസ് കട്ട കൂടി ഇട്ട് കൊടുക്കാം. ഈ ഐസ് കട്ട കൂടി ഇട്ട് നമുക്ക് ഈ ജ്യൂസ് നല്ലതുപോലെ തണുപ്പിച്ച് കുടിക്കാവുന്നതാണ്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആപ്പിളും ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടി ചേർത്ത് തയ്യാറാക്കിയ ABC ജ്യൂസ് റെഡി ആയിട്ടുണ്ട്.
ജ്യൂസ് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ABC ജ്യൂസ്. ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ജ്യൂസ് കൂടിയാണ്. നമ്മുടെ ശരീരത്തിലെ അമിത ഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു ജ്യൂസ് കൂടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി. ബീട്രൂട്ടും ക്യാരറ്റും ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലുള്ള ജ്യൂസുകൾ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.